പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ SSC GD എക്സാം പാറ്റേൺ എന്താണെന്നും സിലബസ് എന്താണെന്നും ഒക്കെ കുറിച്ചാണ് പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വീഡിയോ അവസാനം വരെ കാണുക. പുതിയ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SSC GD കോൺസ്റ്റബിൾ എക്സാമിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് എന്താണ്? അതിനു മുമ്പ് എന്താണ് SSC എന്നും എക്സാം പാസ്സായാൽ എന്ത് ജോബാണ് കിട്ടുന്നതെന്നും നോക്കാം. SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വിവിധ മിനിസ്ട്രീസിൻ്റെ കീഴിൽ വരുന്ന ഓഫീസുകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ഓഫീസാണ് SSC. ഈ എക്സാം പാസ്സായാൽ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്കും പാരാമിലിറ്ററി ഫോഴ്സിലേക്കും GD കോൺസ്റ്റബിളായിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനുവേണ്ടി നടത്തുന്ന എക്സാമാണ് SSC GD എക്സാം. ഈ എക്സാം പാസ്സാകാനുള്ളത് നിരവധി പ്രൊസീജിയറിലൂടെയാണ്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് എക്സാം. ഇനി എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. കമ്പ്യൂട്ടർ ബേസ് ആയിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും, അതായത് ഒരു ക്വസ്റ്റ്യന് 4 ഓപ്ഷൻസ്. ആകെ 100 ക്വസ്റ്റ്യനാണ് ഉള്ളത്. ക്വസ്റ്റ്യൻ പേപ്പർ ഹിന്ദിയിലും ഇംഗ്ലീഷിലും അവൈലബിൾ ആണ്. ആകെ 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതം 100 മാർക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ സാധിക്കുന്നു. ഓരോ തെറ്റായ ഉത്തരത്തിനും 0.25 മാർക്ക് വീതം നെഗറ്റീവ് മാർക്ക് കണക്കാക്കുന്നു. ആയതിനാൽ കാൻഡിഡേറ്റ്സ് അറിയാവുന്ന ഉത്തരം രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. 90 മിനിറ്റ് ആയിരിക്കും എക്സാം ഡ്യൂറേഷൻ, അതായത് 1.5 മണിക്കൂർ. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സബ്ജക്റ്റ് ബേസിൽ ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ടോട്ടൽ 4 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ്, സെക്കൻഡ് പാർട്ട് ജനറൽ നോളജ് ആൻഡ് അവയർനെസ്, തേർഡ് പാർട്ട് എലിമെൻ്ററി മാത്തമാറ്റിക്സ്, ഫോർത്ത് പാർട്ട് ഇംഗ്ലീഷ് ഓർ ഹിന്ദി. ടോപ്പിക് ബേസ് എത്ര ക്വസ്റ്റ്യൻസ് ആണെന്നും മാക്സിമം എത്ര മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റുമെന്നും നോക്കാം. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ടോട്ടൽ 25 ക്വസ്റ്റ്യൻ, മാക്സിമം 25 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നു. ജനറൽ നോളജ് ആൻഡ് അവയർനെസ് 25 ക്വസ്റ്റ്യൻസ്, മാക്സിമം 25 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നു. എലിമെൻ്ററി മാത്തമാറ്റിക്സ് ടോട്ടൽ 25 ക്വസ്റ്റ്യൻ, മാക്സിമം 25 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നു. ഇംഗ്ലീഷ് ഓർ ഹിന്ദി 25 ക്വസ്റ്റ്യൻസ്, മാക്സിമം 25 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നു. എക്സാം സിലബസ് എന്താണെന്ന് നോക്കാം. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ്, അനലിറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ്സ്, എബിലിറ്റി ടു ഒബ്സർവ്, ഡിസ്റ്റിങ്വിഷ് പാറ്റേൺ, അനലോഗീസ്, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ്, സ്പേഷ്യൽ വിഷ്വലൈസേഷൻ, സ്പേഷ്യൽ ഓറിയൻറ്റേഷൻ, വിഷ്വൽ മെമ്മറീസ്, ഡിസ്ക്രിമിനേഷൻ, ഒബ്സർവേഷൻ, റിലേഷൻഷിപ്പ് കൺസെപ്റ്റ്, അരിത്തമെറ്റിക്കൽ റീസണിംഗ്, ഫിഗറൽ ക്ലാസിഫിക്കേഷൻ, അരിത്തമെറ്റിക്കൽ നമ്പർ സീരീസ്, നോൺ വെർബൽ സീരീസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, എക്സെട്ര. സെക്കൻഡ് പാർട്ട് ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ്. കറണ്ട് അവയർനെസ് ചോദ്യങ്ങളായിരിക്കും ഇവിടെ ചോദിക്കുക. നെയ്ബറിംഗ് കൺട്രീസ്, സ്പോർട്സ്, ഹിസ്റ്ററി, കൾച്ചർ, ജിയോഗ്രഫി, എക്കണോമിക്സ് സീൻ, ജനറൽ പൊളിറ്റി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസ്, സയൻറ്റിഫിക് റിസർച്ച്, എക്സെട്ര. തേർഡ് പാർട്ട് എലിമെൻ്ററി മാത്തമാറ്റിക്സ്. മാത്സ് ബേസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടെ ചോദിക്കുക. നമ്പർ സിസ്റ്റം, കമ്പ്യൂട്ടേഷൻസ് ഓഫ് ഫോൾ നമ്പേഴ്സ്, ഡെസിമൽ ആൻഡ് ഫ്രാക്ഷൻസ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നമ്പേഴ്സ്, ഫണ്ടമെൻ്റൽ അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ്, പെർസെൻറ്റേജ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ്, ആവറേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്സ് ആൻഡ് ലോസ്, ഡിസ്കൗണ്ട്, മെൻസുറേഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ratio and time, time and work, etc. Fourth part,
ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് ചൂസ് ചെയ്യാം. ഹിന്ദി ഓർ ഇംഗ്ലീഷ്. ചൂസ് ചെയ്യുന്ന ബേസിലായിരിക്കും ചോദ്യങ്ങൾ വരിക. അതായത് ഇംഗ്ലീഷാണ് ചൂസ് ചെയ്തെങ്കിൽ 25 മാർക്കിന് ഇംഗ്ലീഷിൽ നിന്നും ചോദ്യം ചോദിക്കും. ഹിന്ദിയാണ് ചൂസ് ചെയ്തതെങ്കിൽ 25 മാർക്കിന് ഹിന്ദിയിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കും. നമുക്ക് ഏത് ലാംഗ്വേജാണ് സൂട്ടബിൾ ആ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. സ്റ്റഡി മെറ്റീരിയൽസിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണയായെന്ന് വിശ്വസിക്കുന്നു. SSC എക്സാമിന് പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻ്റാണ് കൊണ്ടുപോകാനുള്ളത്? കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.